ഹലോ ഗൈസ്, ഞങ്ങൾ ഇന്ന് പോയിരിക്കുന്നത് മുണ്ടകൻ പാടം കാണാനാണ്. അവിടുത്തെ കുറച്ച് കാഴ്ചകളും വിശേഷങ്ങളുമായിട്ടാണ് ഞങ്ങൾ ഇന്ന് വന്നിരിക്കുന്നത്. നല്ല ഭംഗിയാണ് അവിടെ കാണാൻ. നിങ്ങൾ ഇതുവരെ പോയിട്ടില്ലെങ്കിൽ അവിടെ പോകണം ഗൈസ്. നല്ല ഭംഗിയാണ്, പറയാൻ പറ്റില്ല, നല്ല ഭംഗിയാണ്. ഞങ്ങൾ പോകുന്ന സമയം വൈകുന്നേരമായിരുന്നു. അപ്പോൾ കുറച്ച് ആൾക്കാർ അവിടെ ഉണ്ടായിരുന്നു. ഞങ്ങൾ ചെന്ന് കഴിഞ്ഞ് കുറേ സമയം കഴിയുമ്പോഴത്തേക്ക് ആൾക്കാർ ഒരുപാട് വരാൻ തുടങ്ങി. കുട്ടികൾക്കൊക്കെ അവിടെ കളിക്കാനൊക്കെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. കുട്ടികളൊക്കെ വളരെ ഹാപ്പി ആയിരുന്നു. അവരവിടെ ഭയങ്കര പരിപാടിയാണ്. രണ്ടുപേരും കൂടി. അമ്മ അതിൻ്റെ ഇടയിൽ കൂടെ നടക്കുന്നു. ഇപ്പം നെല്ലൊക്കെ കൊയ്യാറായി നിൽക്കുന്ന സമയമാണ്. വെള്ളമുള്ള സമയത്ത് ഒന്നും കൂടെ കാണാൻ ഭംഗിയാണ്. അന്നേരം വെള്ളമുള്ളപ്പോൾ ഇല്ല, കടൽ തിരമാല അടിക്കുന്ന പോലെ നല്ല രസമാണ് കാഴ്ചകൾ കാണാൻ. ഇപ്പോഴും നല്ല ഭംഗി തന്നെയാണ് കാണാൻ. അവരെല്ലാം ഓരോന്ന് മാറി മാറി കയറിക്കൊണ്ടിരിക്കുകയാണ്. ഒരാൾ ഒരെണ്ണം കയറും, പിന്നെ അടുത്ത ആൾ അടുത്തതിൽ ഓടും. അനയെ അവിടെ അതേ കയറിയിരിക്കുന്ന കേശുണ്ട്. ഭയങ്കര ഫോട്ടോഷൂട്ടാണ്. എൻ്റെ ഇടയ്ക്ക് നീതും ആരോണുമാണ്. കുറേ ആൾക്കാരുണ്ട് അവിടെ. കാത്തു ഇങ്ങനെ ചാടിച്ചാടി നടക്കുന്നുണ്ട്. കാത്തു വഴക്കാളിയാണ്. ഇടയ്ക്ക് പോയി അവന് വഴക്കുണ്ടാക്കി. കണ്ടോ? അവനെ അവിടെ നിന്ന് ഇറക്കി. എന്നിട്ട് അവൾ അതിൽ കയറി ഗൈസ്. അങ്ങേ സൈഡിലൊക്കെ കൊയ്ത്തായി. ഇവിടെ ഇതിവിടെ കൊയ്ത്തായില്ല ഇതുവരെ. അപ്പുറത്തെ സൈഡിലൊക്കെ കൊയ്ത്ത് തുടങ്ങിയിട്ടുണ്ട്. ഞങ്ങൾ ഇങ്ങോട്ട് വരുന്ന വഴിയെല്ലാം കൊയ്ത്ത് തുടങ്ങിയിട്ടുണ്ട്. ഭയങ്കര ഹാപ്പി ആയിരുന്നു. കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നു. ഒരു കാര്യം ചെയ്യും, അവിടെ നിന്ന് ഓടും, പിന്നെ അടുത്ത അനയ ഒന്ന് കാത്തു ചെയ്യുന്ന പോലെ ചെയ്യാൻ നോക്കുവാണ്. പക്ഷെ അനയ്ക്ക് അതങ്ങനെ നീളമില്ലാത്തതുകൊണ്ട് പറ്റത്തില്ല. ഇടാൻ വേണ്ടിയിട്ടുള്ള കുപ്പിയാണ്. രശ്മിയും നീതുവും കൂടെ അവിടെ ഇരിക്കാൻ പോവുകയാണ്. അല്ല, രശ്മി വീഡിയോ എടുക്കാൻ പോവായിരുന്നു. അമ്മ അവിടെ ഇരിക്കുന്നു.
കണ്ടത്തിലെ വെള്ളം പറ്റിക്കാൻ വേണ്ടി മോട്ടർ അടിക്കുന്ന മോട്ടോർ തറയാണ്. വീടുകളിലേക്ക് പോകാനുള്ള ചെറിയ പാലമാണ്. നമ്മൾ പോസ്റ്റ് ഇട്ടിട്ടുള്ള പാലമാണ്. അപ്പോൾ അവിടെ കുറേ വീടുകളുണ്ട്. അവരതിലേക്കൂടെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത്, യാത്ര ചെയ്യുന്നത്. അപ്പോൾ കുട്ടികൾ അതിലേക്കൂടെ കയറി അപ്പുറം പോയി ഇപ്പുറം തിരിച്ചു വന്നു. അപ്പോൾ അനേയ്ക്കും പോകണമെന്ന് പറഞ്ഞു. ഞാൻ അനേയം കൊണ്ട് അങ്ങ് അക്കരയ്ക്ക് പോവുകയാണ്. പോയിട്ട് ഞങ്ങൾ തിരിച്ചു വരും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ബൈ ബൈ.